എഫിൻ്റെ മദ്യനയവും എൽ ഡി എഫിൻ്റെ മദ്യനയവും രണ്ടും രണ്ടാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പരമാവധി കള്ളവാറ്റും കള്ളച്ചാരായവും ഉണ്ടാക്കി വിൽക്കുന്നതിന് അവർക്ക് ചില ഏജൻസികളുണ്ട്, ചില സംവിധാനങ്ങളുണ്ട്. അവരെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് അവരുടെ മദ്യനയം. അതല്ല ഞങ്ങളുടെ മദ്യനയം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നയവും ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ, തീരുമാനിച്ചിട്ടുമില്ലല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിക്കാത്തൊരു കാര്യം, ഗവൺമെൻറ് തീരുമാനിക്കാത്തൊരു കാര്യം, ആലോചിക്കാത്തൊരു കാര്യം ഈ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ചർച്ചയ്ക്ക് കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ഓരോ മാസവും ഓരോരോ ആരോപണങ്ങൾ ഇങ്ങനെ കൊണ്ടുവരിക. രാവിലെ കർത്തരി പ്രയോഗത്തിൽ പറയും, പിന്നെ കർമ്മണി പ്രയോഗത്തിൽ പറയും. ഒന്ന് ആക്റ്റീവ് വോയിസ് പറയും, പിന്നീട് പാസീവ് വോയിസ് പറയും. ഇനിയിപ്പോൾ ഏത് വോയിസിലാണ് പറയാൻ ബാക്കിയുള്ളതെന്നുള്ളത് എനിക്കറിയില്ല. ഇന്ന് ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി വ്യക്തമാക്കി, കഴിഞ്ഞ ജനുവരി മാസം 4-ാം തീയതി ഓരോ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിസേർച്ച് മൊബിലൈസേഷനെ സംബന്ധിച്ച് ഗൗരവമായ ചർച്ച സെക്രട്ടറി ലെവൽ നടത്തി. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം കടമെടുക്കുന്ന പരിധി വെട്ടിച്ചുരുക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി ഈ കേരളം അഭിമുഖീകരിക്കാൻ പോവുകയാണ് ഈ വർഷം. നമുക്കൊന്നും കാണാൻ പറ്റാത്ത രൂപത്തിലുള്ള പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധിയെ നമ്മുടെ റിസോഴ്സസ് വെച്ചുകൊണ്ട് എങ്ങനെ പരിഹരിക്കാൻ പറ്റും, ഇതിനെ സംബന്ധിച്ച് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ ചർച്ച നടത്തി സെക്രട്ടറിമാരോട് അഭിപ്രായം ചോദിച്ചു. അവരഭിപ്രായം സ്വരൂപിച്ച് ഇനി ഗവൺമെൻറ്റിന് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഭാഗമായി റിസോഴ്സ് മൊബിലൈസേഷൻ്റെ ഭാഗമായി വന്ന ഒരു ചർച്ചയിൽ ഒരു പ്രത്യേക വിഷയം വന്നു. അത് ഡ്രൈ ഡേയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ജനുവരി മാസം 4-ാം തീയതിയാണ്. അപ്പോൾ ഡ്രൈ ഡേ പിൻവലിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സാമ്പത്തിക ലാഭം, അത് ഡ്രൈ ഡേ ഉണ്ടാകുന്ന സമയത്തുള്ള സാമ്പത്തിക നഷ്ടം, ഇതിനെ സംബന്ധിച്ചൊരു കണക്കവർ തയ്യാറാക്കി. അത് സാധാരണ നിലയിൽ ഈ വർഷം മാത്രമല്ല, എല്ലാ വർഷവും അവരത് പറയാറുണ്ട്. എല്ലാ വർഷവും പറയാറുണ്ട്. ഈ വർഷവും അവരത് പറഞ്ഞു. അത് നയവുമായി യാതൊരു ബന്ധവുമില്ല. ഒരു നയം ഗവൺമെൻറ് രൂപീകരിക്കുന്നത് എങ്ങനെയാണ്? നയം രൂപീകരിക്കുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കണം. അതിനുശേഷം അത് ഗവൺമെൻറ് തലത്തിൽ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ നടപടിക്രമങ്ങളുണ്ട്. അത് റൂൾസ് ഓഫ് ബിസിനസ് വായിച്ചാലേ മനസ്സിലാവും, അല്ലാത്ത ആൾക്കാർക്ക്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് വകുപ്പ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു ശുപാർശ തയ്യാറാക്കി ധനകാര്യ വകുപ്പിന് കൊടുത്ത്, ധനകാര്യ വകുപ്പിൽ നിന്ന് ലോ വകുപ്പിലേക്ക് കൈമാറി, ലോ വകുപ്പ് വെറ്റ് ചെയ്ത്, അതിനുശേഷം ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഫയൽ കൈമാറും. ആ ഫയലിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ക്യാബിനറ്റ് നോട്ട് തയ്യാറാക്കും. ആ നോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്യാബിനറ്റ് തീരുമാനിക്കുക. പറഞ്ഞ മനസ്സിലായി? ഇതൊരു വലിയ നീണ്ട പ്രക്രിയയാണ്. അതിലൊന്നുപോലും ഇന്നേ വരെ ആരംഭിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട 2 മന്ത്രിമാർ പറഞ്ഞു, നയപരമായിട്ടുള്ള മാറ്റത്തെ സംബന്ധിച്ച് ഞങ്ങൾ ആലോചിച്ചിട്ടേ ഇല്ല, വകുപ്പ് ആലോചിച്ചിട്ടേ ഇല്ല. ഇന്ന് ചീഫ് സെക്രട്ടറി അത് കൃത്യമായി പറഞ്ഞു. അതിന് പുറമെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞു. ഇത് കഴിഞ്ഞ പ്രാവശ്യം രാമകൃഷ്ണൻ എക്സൈസ് വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടാവും, ഒരു അഴിമതി ആരോപണം. എവിടെ എത്തി? കോടിക്കണക്കിന് രൂപയുടെ അഴിമതി എന്നല്ലേ ബഹുമാനപ്പെട്ട അന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഓർമ്മ ഉണ്ട് നിങ്ങൾക്ക്? ആകെ 3.5 ലക്ഷം രൂപ ചെലവ് ചെയ്തുകൊണ്ട് ഒരു സോഫ്റ്റ്വെയർ കമ്പനിക്ക് ഒരു ചെറിയ പണി ഏൽപ്പിച്ചതാണ്. അതെല്ലാ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ട് 3.5 ലക്ഷത്തിന് ഒരു സോഫ്റ്റ്വെയർ IT ആണ് അതിന് നേതൃത്വം കൊടുത്തത്. അതാണ് അഴിമതി എന്ന് പറഞ്ഞത്. പിന്നെ അതെവിടെയും കണ്ടിട്ടില്ല. ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഒരു 10-25 ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ഗവൺമെൻറ്റിനെതിരായിട്ട്. കൺസൾട്ടൻസി മുതൽ തുടങ്ങിയതാണ്, ഫോൺ വരെ. എവിടെ എത്തി? ഇപ്പോൾ അത് എക്സാലോജിക്കയിലേക്ക് എത്തി. ഇപ്പോൾ അത് മാറി, ഇപ്പോൾ ഇതിലേക്ക് എത്തി. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഇതൊരു പ്രതിഭാസമാണ്, ഇതൊരു രോഗത്തിൻ്റെ ലക്ഷണമാണ്. ഞങ്ങൾ ആര് വിചാരിച്ചാലും നിങ്ങൾ വിചാരിച്ചാലും ഇത് ഇല്ലാതാക്കാൻ പറ്റില്ല. പിന്നെ സംശയം, അതൊരു പ്രധാനപ്പെട്ട രോഗമാണ്. അത് എവിടുന്നാണ് വന്നതെന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഇല്ല, ഉണ്ടായ പ്രശ്നം എന്താ? അത് നല്ലൊരു ചോദ്യമാണ്. ഈ റൂൾസ് ഓഫ് ബിസിനസ് നിങ്ങൾ വായിക്കണം.
റൂൾസ് ഓഫ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വകുപ്പും മറ്റൊരു വകുപ്പും ഇതര വകുപ്പുകളും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഇതെല്ലാം അവസാനം തീരുമാനിക്കുക ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. അത് ചീഫ് സെക്രട്ടറിയായി ബന്ധപ്പെട്ടുകൊണ്ട് ക്യാബിനറ്റ് നോട്ട് ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് രൂപപ്പെടുത്തുക. റൂൾസ് ഓഫ് ബിസിനസ് പ്രകാരം ഇവർക്കെല്ലാം അഭിപ്രായം പറയാനുള്ള ഒരു വകുപ്പിൽ മാത്രം കേന്ദ്രീകരിക്കാത്തതാണ്. നിരവധി വകുപ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണെങ്കിൽ ഈ വകുപ്പുകളുടെ എല്ലാം അഭിപ്രായം സ്വരൂപിച്ച് അവസാനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറിയും ആലോചിച്ച് ക്യാബിനറ്റ് നോട്ട് ഉണ്ടാക്കി ക്യാബിനറ്റിലേക്ക് പോയി ക്യാബിനറ്റ് തീരുമാനിക്കും. അത് ഒരു മന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യത്തിൽ മറ്റ് വകുപ്പുകളുമായി ബന്ധപ്പെടുന്നതാണെങ്കിൽ ഒരു മന്ത്രിക്ക് കേവലം തീരുമാനിക്കാൻ പറ്റില്ല. അഡ്മിനിസ്ട്രേറ്റീവ് വകുപ്പിന് ഇത് ലീഡ് ചെയ്യാൻ പറ്റും, അല്ലാതെ തീരുമാനിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എക്സൈസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാധാരണ നിലയിൽ എക്സൈസ് വകുപ്പ് മന്ത്രിക്ക് പോലും ഇത് തീരുമാനിക്കാൻ പറ്റില്ല. നയം പ്രത്യേകിച്ച് തീരുമാനിക്കാൻ പറ്റില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുമ്പിൽ വരാത്തൊരു കാര്യം, ക്യാബിനറ്റിൻ്റെ മുമ്പിൽ വരാത്ത കാര്യം, ഭരണതലത്തിൽ പരിശോധിക്കാത്തൊരു കാര്യം, അറിയാത്തൊരു കാര്യം, റിസോഴ്സ് മൊബിലൈസേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാധാരണ നിലയിൽ നടക്കുന്ന ഒരു ചർച്ചയെ ദുർവ്യാഖ്യാനിച്ച് അഴിമതിക്ക് നേതൃത്വം കൊടുക്കുന്നു എന്ന പ്രചരണത്തിലേക്ക് എത്തിച്ചത് പ്രത്യേക ഉദ്ദേശത്തിലാണ്. അടുത്ത മാസം ഇനിയിപ്പം വേറൊന്ന് കണ്ടുവച്ചിട്ടുണ്ടാവും കേട്ടോ. തൊട്ടടുത്ത മാസം വേറൊന്ന് ഇപ്പോൾ ഉണ്ടാവും അജണ്ട. അതാണ് ഞാൻ പറഞ്ഞത്, രാവിലെ കർത്തരി പ്രയോഗവും വൈകുന്നേരം കർമ്മണി പ്രയോഗവും. ഇതൊരു രോഗമാണ്. ഇത് നിങ്ങൾ ആര് വിചാരിച്ചാലും മാറ്റാൻ പറ്റുന്നില്ല കേട്ടോ.